ഇനോഗ്രേഷൻ്റെ തലേദിവസമാണ് ഈ ഒരു ഹാരം വാങ്ങിക്കാൻ വേണ്ടി ഞങ്ങൾ പോയതാണ് പൂക്കടയിൽ. ഇതിന് നമുക്ക് പനേരമൂട്ടിൽ കൊടുക്കണം. പിച്ചിഹാരത്തിന് അവിടെ പറഞ്ഞിരിക്കുകയായിരുന്നു. ഇത് ഇനോഗ്രേഷൻ തലേദിവസം എന്ന് പറയുമ്പോൾ മീനം 1-ാം തീയതി രാവിലെ വീട്ടിൽ വിളക്കെല്ലാം വെച്ചിട്ട് ഞങ്ങൾ അമ്പലത്തിൽ പോകാനായിട്ട് ഇറങ്ങിയതാണ്. നേരെ പോയി ഹാരമൊക്കെ വാങ്ങിക്കൊണ്ട് വന്ന് പനേരമൂട്ടിൽ അമ്മയ്ക്ക് സമർപ്പിക്കുകയാണ്. അപ്പോൾ അവിടെ ഹാരമൊക്കെ കൊടുത്ത് തൊഴുത് പ്രാർത്ഥിച്ച് കാര്യങ്ങളെല്ലാം അമ്മയോട് പറഞ്ഞ് അമ്മയെ ഉദ്ഘാടനത്തിന് ക്ഷണിക്കണമല്ലോ. അങ്ങനെ അമ്മയെ ഉദ്ഘാടനത്തിന് ക്ഷണിച്ച് എല്ലാ ഭാവുകങ്ങളും തന്ന് അനുഗ്രഹിക്കണേ അമ്മ എന്നൊക്കെ പ്രാർത്ഥിച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്ന് നേരെ ഇറങ്ങി കുഴിവിളാകത്തോട്ട് പോയി. കുഴിവിളാകത്ത് ചെന്നപ്പോഴേക്ക് അവിടെ നിവേദ്യ സമയമായിരുന്നു. അപ്പോൾ അമ്പലം അടച്ചിരിക്കുകയായിരുന്നു. കുറച്ച് സമയം വെയിറ്റ് ചെയ്തപ്പോഴേക്ക് നിവേദ്യം അതിൻ്റെ എല്ലാ സംഭവങ്ങളും കഴിഞ്ഞ് അമ്പലം തുറന്ന് അവിടെ കയറി അവിടെയും തമ്പുരാന് മഹാദേവനുള്ള ഹാരവും എല്ലാം അവിടെയും കൊടുത്തിട്ട് പിന്നെ നേരെ കടയിലോട്ട് വന്ന് ഇന്നാണ് നമ്മൾ സമയമൊക്കെ നോക്കിയിട്ട് ആദ്യമായിട്ട് കടയിൽ വിളക്ക് കത്തിക്കണ ദിവസം. അപ്പോൾ ഇന്നിന് വിളക്ക് കൊളുത്തണം. അങ്ങനെ അവിടെ നിന്ന് പൂവും എല്ലാം വാങ്ങിക്കൊണ്ട് വന്ന് വിളക്കൊക്കെ അലങ്കരിക്കണമല്ലോ. നമ്മളിവിടെ പടം വെച്ചാൽ എന്ത് പറയണ്ട, ഒരു ശിവകുടുംബം വെച്ചിട്ടുണ്ട്, ഗുരുവിന് വെച്ചിട്ടുണ്ട്, പിന്നെ ഒരു ചക്രവുമാണ് വെച്ചിരിക്കണത്. അങ്ങനെ അതിൽ വിളക്കെല്ലാം കൊളുത്തി ആദ്യമായിട്ട് കടയിൽ വിളക്ക് കൊളുത്തി. അപ്പോൾ ഞങ്ങളുടെ കടയിൽ മുമ്പ് പൂക്കട ഇട്ടിരുന്നതാണ് എന്താ പറയുക ഈ അമ്മയും മാമനും. അപ്പോൾ ഞങ്ങൾ രണ്ടാമത്തെ കട ഉദ്ഘാടനം ചെയ്ത സമയത്തും ഇവരുടെ കയ്യിൽ നിന്നാണ് ഞങ്ങൾ ആദ്യം കൈനീട്ടം വാങ്ങിയതും. അതുപോലെ ഫസ്റ്റ് കച്ചവടവും ഇവർക്കായിരുന്നേ. അപ്പോൾ ഈ കട തുടങ്ങിയപ്പോഴും സന്തോഷത്തോടെ നമ്മൾ ആദ്യത്തെ കസ്റ്റമർ ആവാമെന്ന് പറഞ്ഞതും ഇവർ തന്നെയായിരുന്നു. ഞങ്ങളൊന്ന് ചോദിച്ചതേ ഉള്ളൂ. അതിനെന്ത് ഞങ്ങൾ ഉറപ്പായിട്ടും വരും എന്ന് പറഞ്ഞാൽ അവർ രണ്ടാളും രാവിലെ തന്നെ എത്തി. അങ്ങനെ മാമന് ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ടെസ്റ്റ് ചെയ്തൊക്കെ നോക്കിയിട്ട് നമ്മളെ കയ്യിൽ നിന്ന് ഒരു കണ്ണാടി വാങ്ങും. അപ്പോൾ അതാണ് ആദ്യത്തെ കച്ചവടം, ആ ഒരു ചടങ്ങ്. അപ്പോൾ അമ്മ നമ്മൾ കണ്ണാടിയൊക്കെ വാങ്ങിയിട്ട് എന്നെയും ചേട്ടനെ തലയിൽ കൈവച്ച് അനുഗ്രഹിക്കുകയാണ്. അപ്പോൾ ഇത്രയും ഉണ്ടായിരുന്നുള്ളൂ ഇന്നത്തെ ദിവസത്തെ ചടങ്ങ്. ഇത് കഴിഞ്ഞിട്ട് ഇനി കട അടയ്ക്കും. കട അടച്ചിട്ട് ഞങ്ങൾ വീട്ടിൽ പോവും. ചേട്ടൻ നേരെ അങ്ങ് കടയിൽ പോവും. അപ്പോൾ പിന്നെ വന്നവർക്ക് ജ്യൂസൊക്കെ കൊടുക്കാനായിട്ട് വന്നവരെന്ന് വെച്ചാൽ വേറെ ആരും ഇല്ലതാ അമ്മ ഉണ്ടായിരുന്നു, ചേട്ടൻ്റെ അമ്മ ഉണ്ടായിരുന്നു, പിന്നെ അവർ രണ്ടാളും, രമ്യ ചേച്ചി ഉണ്ടായിരുന്നു, എൻ്റെ അച്ഛൻ ഉണ്ടായിരുന്നു. ഇത്ര പേരെ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഉദ്ഘാടന ദിവസമായി. ചേട്ടൻ ഇങ്ങനെ വട്ടുപിടിച്ച് ഓടയാണ്. അപ്പോൾ ആ മനുഷ്യന് ഇന്നത്തെ ദിവസം നേരെ കാണാനൊന്നും പറ്റൂല. ഞങ്ങൾക്ക് മാത്രമല്ലേ ഉള്ളൂ ഒരുക്കവും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതായിരുന്നു എൻ്റെ ഉദ്ഘാടന ദിവസത്തെ കോസ്റ്റ്യൂം. ഞാൻ വളരെ സാറ്റിസ്ഫൈ ഒന്നുമല്ല. നിങ്ങൾ പറയണേ എൻ്റെ ഡ്രസ്സ് എങ്ങനെ ഉണ്ടായിരുന്നെന്ന്. ഓടിപ്പോയി എടുത്ത് തയ്ക്കാൻ കൊടുത്തതാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ റെഡി ആയതിനു ശേഷം കേശുക്കുട്ടൻ്റെ ഹെയർ ഒന്ന് സെറ്റ് ചെയ്യിക്കാൻ വേണ്ടി ഞാൻ ഓടിപ്പോയതാണ് കൊളത്തൂർ ഓറഞ്ചിൽ. ചേട്ടനാണെങ്കിൽ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങി 6:30 മുന്നേ നമ്മുടെ ബലൂൺ അറച്ച് കിട്ടുന്ന പയ്യന്മാർ വരുമെന്ന് പറഞ്ഞപ്പോൾ അവർക്ക് സപ്ലൈ ഒക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ കട തുറന്നു കൊടുക്കണം. അങ്ങനെ 6:30 മുന്നേ വീട്ടിൽ നിന്ന് പോയി. പിന്നെ ഞങ്ങൾ നല്ല ഒരുക്കമൊക്കെ കഴിഞ്ഞ് ഞാനും രാവിലെ പോയായിരുന്നു ഏട്ടാ. പോയി മുടിയൊക്കെ സെറ്റ് ചെയ്തതാണ്. അപ്പോൾ ഒരു ദിവസത്തേക്ക് മുടി ഇങ്ങനെ അടിപൊളിയായിട്ട് കിടക്കാനായിട്ട് ഞങ്ങളെ വീട്ടിനടുത്തൊരു പാർലറുണ്ട്. ആ ചേച്ചി ഇങ്ങനെ മുടി ഒന്ന് സ്ട്രൈറ്റ് ഒക്കെ ചെയ്തിട്ട് വരും. ഒറ്റ ദിവസത്തെ കാര്യമുള്ളൂ. അങ്ങനെ കേശുവിൻ്റെ മുടി കുറച്ചൊക്കെ ഷേപ്പൊക്കെ വരുത്തിയിട്ട് ഫുള്ള് സെറ്റ് ചെയ്യിക്കുകയാണ്. മുടി വെട്ടണതൊന്നുമില്ല. അങ്ങനെ കുളത്തൂർ ഓറഞ്ചിലാണേ പോയത്. അവർ നല്ല അടിപൊളിയായിട്ട് 100 രൂപയേ ഉള്ളൂ. 100 രൂപ കൊടുക്കുമ്പോഴേക്ക് നല്ല സൂപ്പറായിട്ട് മുടി നിൽക്കുന്ന രീതിയിൽ ഒന്ന് സെറ്റ് ചെയ്യിക്കും. അങ്ങനെ കേശു സെറ്റൊക്കെ ചെയ്തിട്ട് ഞാനും കേശു ഒരുങ്ങി കെട്ടിയാണ് പോയത്. ചേട്ടന് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, ആളിന് ഒട്ടും സമയമില്ല എന്നും പറഞ്ഞുള്ള ഓട്ടമായിരുന്നു. അങ്ങനെ കേശുവിൻ്റെ ഈ ഡ്രസ്സെല്ലാം കൊണ്ട് കടയിൽ ചേട്ടൻ കൊണ്ട് വെച്ചിരിക്കുകയായിരുന്നു. ഞാൻ അവിടെ പോയി മോനെ ഒന്ന് സെറ്റ് ചെയ്യിച്ചൊക്കെ കണ്ടു വന്നിട്ട് ഇവിടെ വന്നാണ് കേശുവിൻ്റെ കോട്ടും സൂട്ടും ഒക്കെ ഇട്ട് കേശു റെഡി ആയത്. പിന്നെ ഈ ദിവസം അറിയാമല്ലോ, മൊത്തത്തിലൊരു തലഭ്രാന്തി പിടിച്ച ദിവസമാണ്. എൻ്റെ മോൻ്റെ നല്ല രീതിയിൽ ഡ്രസ്സ് ഇട്ടുള്ള ഒരു വീഡിയോ ഒന്നും എനിക്ക് എടുക്കാനൊന്നും പറ്റിയില്ല കേട്ടോ. ആകെപ്പാടെ ബഹളമായിരിക്കുമല്ലോ. അങ്ങനെ ഞാനതൊക്കെ സെറ്റ് ചെയ്യിച്ച് പിന്നെ ചേച്ചി അവിടെ എല്ലാ കാര്യങ്ങളും നോക്കുകയാണ്. ഞങ്ങളെ കടയിലെ സ്റ്റാഫാണ്, അറിയാമല്ലോ. അപ്പോൾ ചേച്ചിയും
ഷീജ ചേച്ചിയും മുബീനും ഉള്ളതുകൊണ്ട് ഇന്നത്തെ കാര്യങ്ങളെല്ലാം അവർ നോക്കിയിരുന്നതുകൊണ്ട് നമ്മളൊന്ന് ടെൻഷൻ ഫ്രീ ആയിട്ടാണ് നിന്നത് കേട്ടോ. നമുക്കിങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മളെ തലയിൽ അങ്ങനെയൊന്നും അല്ലായിരുന്നു. അങ്ങനെ കേശുവിനെ ഇവിടെ ഒരുക്കണതേ ഉള്ളൂ. കേശുവിൻ്റെ കോസ്റ്റ്യൂം ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ രാവിലെ തന്നെ ഇന്ന് രാവിലെയാണ് ബലൂൺ ആർച്ചിൻ്റെ ആൾക്കാർ വന്നത്. അപ്പോൾ അവർ ബലൂൺ ആർച്ചൊക്കെ അവിടെ ശരിയാക്കിയിട്ട് ഞാൻ വന്നപ്പോഴേക്ക് ബലൂൺ ആർച്ചൊക്കെ കെട്ടിയിട്ട് അവർ പോയി. പിന്നെ ഇനി മേളക്കാർ വന്നിട്ടുണ്ട്. കേശുവിൻ്റെ സാറുണ്ടല്ലോ കിച്ചു, അപ്പോൾ കിച്ചുവിൻ്റെ മേളക്കാരാണ് വന്നിരിക്കുന്നത്. കിച്ചുവും ഉണ്ട്, കിച്ചുവിൻ്റെ ചേട്ടനും ഉണ്ട്, പിന്നെ അല്ലാണ്ട് 2 പേരും ഉണ്ടായിരുന്നു. അങ്ങനെ മൊത്തം 4 പേര് അവിടെ അവരുടെ മേളം അവിടെ നടക്കുകയാണ്. ഇനി ഇവിടെ ഒന്ന് സെറ്റ് ചെയ്യണമല്ലോ. അങ്ങനെ താമരപ്പൂവൊക്കെ നമ്മൾ വാങ്ങി വെച്ചിരിക്കുകയായിരുന്നു കേട്ടോ. അങ്ങനെ താമരപ്പൂവൊക്കെ ഇനി ഒന്ന് വിടർത്തി വെക്കണമല്ലോ. അങ്ങനെ ഉരുളിയൊക്കെ തേച്ച്, ഉരുളിയും ഈ പറയും എല്ലാം തേച്ച് രാവിലെ തന്നെ ചേട്ടൻ വന്നപ്പോഴേക്ക് കൊണ്ടുവന്നായിരുന്നു. എന്തെങ്കിലുമൊക്കെ മറന്നു പോകുമോ എന്ന് ഭയങ്കര ടെൻഷനായിരുന്നു. എങ്കിൽ പിന്നെ ചേട്ടൻ്റെയൊക്കെ സ്വഭാവം കൊണ്ട് മാറുമല്ലോ. ഇന്നത്തെ ദിവസം നമുക്ക് സന്തോഷമുള്ള ദിവസമാണെങ്കിലും ഫുൾ ടെൻഷനുമാണല്ലോ. എല്ലാം നല്ല രീതിയിൽ നടക്കണമെന്നുള്ളത് കൊണ്ട് അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ദേഷ്യമായിരിക്കും. അപ്പം ഞാൻ 2 ദിവസം കൊണ്ട് ചേട്ടനോട് പറയായിരുന്നു, നല്ലതായിട്ട് നിന്നോണം, എല്ലാ കാര്യത്തിലും ദേഷ്യം കാണിക്കരുത്, എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ വന്നോളും, അത് നമുക്കിപ്പോൾ ആളുണ്ട്, പരിഹരിക്കാവുന്നതൊക്കെ ഉള്ളൂ എന്ന്. അങ്ങനെ അവിടെ മേളം കൊഴുക്കയാണ്. ഇനി ഇവിടെ നമുക്ക് പറയിൽ നെല്ല് നിറയ്ക്കണമല്ലോ. അങ്ങനെ അച്ഛൻ നെല്ലൊക്കെ നിറച്ചിട്ട്, അതുമല്ല ഞാൻ ഇന്നലെ പൂക്കടയിലെ മാമൻ്റെ അടുത്ത് ഒരു കതിർക്കൊലയ്ക്ക് വേണ്ടി പറഞ്ഞിരുന്നേ കേട്ടോ. പക്ഷെ കിട്ടിയില്ല. അവിടെ അതൊക്കെ നമ്മൾ നേരത്തെ പറയണം, ഇല്ലെങ്കിൽ നമ്മൾ ചാലയിൽ പോയാൽ ഇതെല്ലാ സംഭവങ്ങളും കിട്ടും. അങ്ങനെ കതിരുകൊല കിട്ടി. പക്ഷേ എന്തോ അടുത്ത് കതിർകൊലയിലല്ലേ പൂക്കൊല, അങ്ങനെ എന്തൊക്കെ പറയാം, പൂക്കൊല തന്നെ, പൂക്കൊല കിട്ടിയില്ല. അങ്ങനെ ഞാൻ ഇന്ന് രാവിലെ എൻ്റെ മുടിയൊക്കെ പോയി സെറ്റ് ചെയ്യിച്ചിട്ട് വന്നപ്പോഴുണ്ട് നമ്മളെ വീട്ടിൻ്റെ ഫ്രണ്ടിൽ ഇരിക്കുന്ന ആ വീടല്ലേ, ഷെഡൊക്കെ ഉള്ള വീട്, അവരുടെ വീട്ടിൽ ഞാൻ നോക്കിയപ്പോഴേ തേങ്ങ വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. വന്നുടനെ ഞാൻ പറഞ്ഞു, അയ്യോ എനിക്കൊരു പൂക്കൊല ഒന്ന് വെട്ടിത്തരണേന്ന്. അങ്ങനെ ഒരു പൂക്കൊല കിട്ടി. അങ്ങനെ അവസാനം അതും റെഡിയായി. ഇനി ഇത് അവർ വലിയ ഹാരം പറഞ്ഞിരിക്കുകയായിരുന്നു. വിളക്കിൻ്റെ അളവൊക്കെ എടുത്തിട്ടാണ് പൂക്കടയിലെ മാമനത് കെട്ടിയത് കേട്ടോ, ആ ഹാരം. അപ്പോൾ ആ ഒരു വലിയൊരു ഹാരമൊക്കെ ഇട്ട് വിളക്കും സെറ്റ് ചെയ്ത്, ഈ വിളക്ക് ഞാൻ അന്ന് പറഞ്ഞില്ലേ, എത്രയോ ദിവസം കൊണ്ട് കടയിൽ, എത്ര വർഷം, ഒരു 5 വർഷം കൊണ്ട് വിളക്ക് നമ്മളെ കുളത്തൂരത്ത് പുതിയ കടയിൽ ഇരിക്കുകയായിരുന്നു കേട്ടാ. ഇതിന് ഞാനും ചേച്ചിയും മുബീനും കൂടെ തേച്ച് വെളുപ്പിച്ചാണ് ഇത്ര മേലാക്കിയത്. അങ്ങനെ ഒരു വിധം ഇതൊന്ന് വെളുത്തിട്ടുണ്ട്. ഇത് പുതുക്കാൻ കൊടുത്താലൊക്കെ നല്ല എമൗണ്ട് ആവും. അതുകൊണ്ട് ഞങ്ങൾ കുത്തിയിരുന്ന് തുടച്ച് വൃത്തിയാക്കി എടുത്തതാണ്. അങ്ങനെ അതിൽ 5 തിരിയൊക്കെ ഇട്ട് അതിനെ നമുക്ക് സെറ്റാക്കി. ഇനി കതിർക്കൊല എടുത്തതാണ്. കതിർക്കൊലേനെ അതിനൊന്ന് വിരിയിച്ച് വെക്കണമല്ലോ. ഇതാ ഈ ഒരു സംഭവമാണ് കൊതുമ്പല്ലേ. നമ്മൾ പൊങ്കാലയ്ക്കൊക്കെ എന്തിനാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പൊങ്കാലയ്ക്ക് കൊതുമ്പ് കൊണ്ടാണ് സാധാരണ പൊങ്കാല ഇടാറ്, വേറെ എനിക്കറിയില്ല. അപ്പോൾ ഈ ഒരു സംഭവമാണല്ലോ പിന്നീട് കൊതുമ്പായിട്ട് മാറണതല്ലേ. അപ്പോൾ അങ്ങനെ കതിർക്കൊലയൊക്കെ എടുത്തിട്ട് ഇനി അതിനെ ഒന്ന് വിടർത്തി അതിലങ്ങ് നമ്മൾ പറ നിറച്ചില്ലേ, അതിലങ്ങ് വെച്ച് കൊടുക്കണം. അപ്പോൾ അതാണ് അടുത്ത പരിപാടി. കൊടുത്ത് മുഴുത്തവ കടലറയിനിൽ കതിരവനൊഴിയിന ഇണയരെ കഴലന കളിക്കവോ ഇതരമാതരുടനീ കളിക്കവോ താനോ ഇത് തകുമോ ഇത് മുറയോ ഇത് ധർമ്മം താനോ തകുമോ ഇത് മുറയോ ഇത് ധർമ്മം താനോ. അങ്ങനെ ഇനി റിബണൊക്കെ കിട്ടണമല്ലോ. അപ്പോൾ ഇവിടെ ആ ഭാഗം, ആ ഐ ക്ലിനിക്കിൻ്റെ ഭാഗമാണ് കേശു ഉദ്ഘാടനം ചെയ്യണത്. അപ്പോൾ അവിടെ കേശുവിൻ്റെ സൈസിന് കേശുവിന് പറ്റണുണ്ടോ എന്നൊക്കെ അറിയാനായിട്ട് മോൻ അവിടെ പിടിച്ച് നിർത്തി ഒന്ന് നോക്കിയതിന് ശേഷമാണ് അവിടെ റിബണ് കെട്ടിയത്. റിബണ് കെട്ടിയതിൽ നമ്മൾ ഡബിൾ സൈഡ് സ്റ്റിക്കറില്ല, അതുകൊണ്ടൊന്ന് ഒട്ടിച്ച് വയ്ക്കുകയായിരുന്നു. അങ്ങനെ അതും കഴിഞ്ഞില്ല, അതും അങ്ങ് ഒട്ടിക്കണം ഇനി അവിടെ. 10 മണിക്കാണ് ഉദ്ഘാടന സമയം. അപ്പോൾ നമ്മൾ വിളിച്ച അതിഥികളൊക്കെ വന്നു തുടങ്ങി. അങ്ങനെ നമ്മൾ എന്നിട്ടും എല്ലാം ഒരുക്കിയാലും നമുക്ക് വീണ്ടും ടെൻഷനാണല്ലോ. എന്തെങ്കിലും മറന്നുപോയോ, എന്തെങ്കിലും കാര്യങ്ങൾ ഇനിയും ഒരുക്കാനുണ്ടോ, അങ്ങനെ എല്ലാം
ഒന്നും കൂടെ ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യാണ് ഞാൻ. നമ്മളതിൽ എണ്ണയിട്ട് തിരിയിട്ട് പിന്നെ അതിൽ കർപ്പൂരം വെച്ച് എന്നാലേ പെട്ടെന്ന് കത്തുള്ളൂ. എല്ലാം റെഡിയാക്കി വെച്ചെങ്കിൽ വീണ്ടും ഇങ്ങനെ ചെക്ക് ചെയ്യണം. അപ്പോൾ നമ്മൾ അയൽവാസികളും അതുപോലെ തന്നെ നമ്മൾ സുഹൃത്തുക്കളും എല്ലാവരും നമ്മൾ വിളിച്ച എല്ലാവരും ദൈവം സഹായിച്ച് വന്നെത്തിയായിരുന്നു. അപ്പോൾ അതിലും ഒരുപാട് സന്തോഷം. നമ്മൾ കുളത്തൂർ കടയെടുത്ത സമയത്ത് നമുക്ക് അത്രയ്ക്ക് ഇങ്ങനെ അങ്ങനെ ഒരുപാട് പേര് നമ്മൾ അടുത്തടുത്തുള്ള കുറച്ച് പേരെയൊക്കെ മാത്രമേ വിളിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഓപ്പോസിറ്റ് കടയെടുത്തപ്പോഴും ഇതിൻ്റെ തന്നെ ഒരു ഭാഗമായിട്ടല്ല എൻ്റെ ഓപ്പോസിറ്റും എടുത്തത്. അതുകൊണ്ട് ചെറിയ രീതിയിലുള്ള കാര്യങ്ങളെ അന്നും ഉണ്ടായിരുന്നുള്ളൂ. ഒരു ഗ്രാൻഡെന്ന് എനിക്ക് പറയാമോ എന്നറിയില്ല. എന്നാലും ഒരു ഇനോഗ്രേഷൻ ഇങ്ങനൊരു ഇനോഗ്രേഷൻ ഇപ്പോഴാണ് നടത്തിയത്. ഞങ്ങൾ ചേട്ടനെ പിടിച്ച് നിർത്തിയിട്ട് ഒരു ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ച് ഞാനിങ്ങനെ വീഡിയോ നിന്നാണ് ഫോട്ടോസ് ആക്കണത്. അങ്ങനെ ഒരു അല്പസമയം കിട്ടിയപ്പോൾ ആളെ പിടിച്ച് നിർത്തിയതാണ് കേട്ടോ, അല്ലാണ്ട് ആളെ കിട്ടണതേ ഇല്ല. അങ്ങനെ ചേട്ടൻ കണ്ടില്ലേ, ചേട്ടൻ്റെ ടീഷർട്ടും മുണ്ടും എല്ലാം പഴയതാണ് കേട്ടോ. ആൾ പുതിയതൊന്നും എടുത്തില്ല. അതിൻ്റെ എന്ന് വെച്ചാൽ ഓട്ടമായിരുന്നല്ലോ, ഒന്ന് നിൽക്കാനുള്ള സമയം പോലും പുള്ളിക്കാരന് കിട്ടിയില്ല. ആ രീതിയിൽ ഓട്ടം ആയതുകൊണ്ട് ആൾ ഡ്രസ്സൊന്നും പുതിയതെടുത്തില്ല. ഞാനും കേശുവാണ് പുതിയ ഡ്രസ്സൊക്കെ എടുത്തത്. ഞാൻ പറഞ്ഞു എനിക്ക് പറ്റൂല, എനിക്ക് പുതിയത് എടുത്താലേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഞാനുള്ള സമയത്ത് ഓടിപ്പോയി പുതിയ ഡ്രസ്സൊക്കെ എടുത്തേ. അങ്ങനെ നമ്മൾ വെയിറ്റ് ചെയ്തിരുന്ന ആൾക്കാരെത്തിയിട്ടുണ്ട്, ഉദ്ഘാടകർ. അപ്പോൾ അവർ രണ്ടാളും എത്തിക്കഴിഞ്ഞ് അങ്ങനെ അവരെ സ്വീകരിക്കാനായിട്ട് അനന്തുവിനെയും കണ്ണനെയാണ് ഏർപ്പാട് ചെയ്തത്. അങ്ങനെ അവരെ ബൊക്കെയൊക്കെ കൊടുത്ത് സെറ്റാക്കി അവിടെ നിർത്തിയിരിക്കുകയാണ്.
അങ്ങനെ ഈശ്വരാനുഗ്രഹം കൊണ്ട് ഉദ്ഘാടനമൊക്കെ നല്ല മംഗളപൂർവ്വമായിട്ട് നമുക്ക് നടത്തിയെടുക്കാനായിട്ട് സാധിച്ച് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു സ്നേഹ സമ്മാനമാണ് ഇനി ഉദ്ഘാടനം ചെയ്തവർക്ക് കൊടുക്കണമല്ലോ. അപ്പോൾ നമ്മൾ ഒരു ഗണപതിയും ഒരു കൃഷ്ണനെയുമാണ് വാങ്ങിയത്. അങ്ങനെ ഗണപതിയെ കൊടുക്കുമ്പോൾ നമ്മളൊന്ന് നേരിയതിൽ കവർ ചെയ്താണ് കൊടുക്കുന്നത്. നമ്മൾ കൊടുക്കുമ്പം അങ്ങേയറ്റം മര്യാദയോടുകൂടെ വേണം അതൊന്ന് കൈമാറാനായിട്ട്. അപ്പോൾ ഇതാ ഒരു നേരിയതിലൊക്കെ ഒന്ന് പൊതിഞ്ഞിട്ടാണ് കൊടുക്കുന്നത്. നമ്മൾ ആ കവറോട് കൂടെ കൊടുത്താലും അല്ലെങ്കിൽ ആ പൊതിയോടുകൂടെ കൊടുത്താലും അതൊരു മര്യാദയല്ല. അതുകൊണ്ടാണ് നമ്മൾ ആ കവറെല്ലാം പൊളിച്ചെടുത്തിട്ട് ആ ഒരു നേരിയതിലൊക്കെ കവർ ചെയ്തിട്ട് നമ്മളെ കട ഉദ്ഘാടനം ചെയ്ത ഓൾ കേരള ഒപ്റ്റിക്കൽ അസോസിയേഷൻ്റെ സെക്രട്ടറി KS സച്ചിലാൽ എന്ന് പറഞ്ഞാൽ ചേട്ടൻ്റെ കൊച്ചിനും കൂടെയാണ്, വെളിയിലുള്ള ആളൊന്നും അല്ല, ചേട്ടൻ്റെ കൊച്ചിച്ചനാണ്. അപ്പോൾ നമ്മുടെ സംസ്ഥാന സെക്രട്ടറിയും നമ്മുടെ ഒപ്റ്റിക്കൽ അസോസിയേഷൻ്റെ സംസ്ഥാന സെക്രട്ടറിയും കൂടെയാണ്. അപ്പോൾ കൊച്ചിച്ചനാണ് ഈ ഒരു ഗണപതിയെ കൊടുത്തത്. കൊച്ചിച്ചനെ പോലെ തന്നെ അത്രയും ചേട്ടന് മാനസിക അടുപ്പമുള്ള ഒരാളാണ് ഗിരീഷൻ ചേട്ടനും. അപ്പോൾ നമ്മൾ അടുത്ത ഉദ്ഘാടനം ഗിരീഷൻ ചേട്ടനായിരുന്നു. ഓൾ കേരള ഒപ്റ്റിക്കൽ അസോസിയേഷൻ്റെ ജില്ലാ സെക്രട്ടറിയാണ്, ജില്ലാ ജനറൽ സെക്രട്ടറിയാണ് ഗിരീഷൻ ചേട്ടൻ. അപ്പോൾ നമ്മൾ ഗിരീഷൻ ചേട്ടനെ കൊടുത്തത് ഒരു കൃഷ്ണനെ ആയിരുന്നേ. പിന്നെ നമ്മൾ ഒരുപാട് കടപ്പെട്ടിരിക്കുന്ന ഒരാൾ കൂടെയാണ് ഇദ്ദേഹം. അപ്പോൾ നമ്മളെ കട ഇത്രയും അടിപൊളിയാക്കി തന്നത് ഈ ഒരു മനുഷ്യനാണ്. അപ്പോൾ നമ്മൾ എന്താണോ മനസ്സിൽ വിചാരിച്ചത് നമ്മൾ പറയുമല്ലോ, നമുക്ക് ഇങ്ങനെയൊക്കെ ഒന്ന് വേണമായിരുന്നു ഏട്ടാ, പക്ഷെ നമുക്ക് അങ്ങനെ ഒരു ഐഡിയ തന്നതും ഈ പുള്ളിക്കാരൻ തന്നെയാണ്. പിന്നെ നമ്മൾ അതിലൊക്കെ കയറി ഓരോന്നൊക്കെ നോക്കി അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞപ്പോഴേക്ക് അതിൻ്റെ അപ്പുറം നമ്മൾ എന്താണോ പറഞ്ഞത് അതിനപ്പുറം പുള്ളി നമുക്ക് കട സൂപ്പറാക്കി തന്നിട്ടുണ്ട്. വരണവരെല്ലാവരും ചോദിക്കുന്നുണ്ട് ഇൻറ്റീരിയർ ആരാണ് ചെയ്തത്, ഇത്രയും ഫിനിഷിങ്ങിൽ ചെയ്തല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ കാണാൻ ചേട്ടാ നിങ്ങൾ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് ചേട്ടാ നമ്മളെ കടയെല്ലാം. അപ്പോൾ ഇനി അങ്ങോട്ടുള്ള നമ്മളെ എല്ലാ യാത്രയിലും നിങ്ങളും കൂടെ ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മളെ കട ഇത്രയും അടിപൊളിയാക്കി തന്നതിന് നിങ്ങൾക്ക് ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ പിന്നെ നിങ്ങളും എന്തെങ്കിലും ഇതുപോലുള്ള ഇൻറ്റീരിയർ വർക്കോ, ഇത് കടയുടെ മാത്രമല്ല കേട്ടോ, വീടിൻ്റെതായിരുന്നാലും പുള്ളിയെ ഒന്ന് വിളിച്ചാൽ മതി. എന്തെങ്കിലും പുള്ളിയുടെ നമ്പർ ഞാനിവിടെ കൊടുത്തേക്കാമേ. അപ്പോൾ ഇതുപോലെ നല്ല ഫിനിഷിങ്ങിൽ അടിപൊളിയായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നതിൻ്റെ അപ്പുറം പുള്ളി നമുക്ക് ഇൻറ്റീരിയർ വർക്ക് ചെയ്തു തരും. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഇനി അവർക്ക് കൊടുത്ത ഗിഫ്റ്റൊക്കെ ഉണ്ടല്ലോ, അത് നമ്മൾ അതേപോലെ കൊടുക്കാൻ പറ്റില്ലല്ലോ. അപ്പം ഞങ്ങൾ അതിനെല്ലാം ഒന്ന് പാക്ക് ചെയ്ത് റെഡിയാക്കി ഒന്ന് അവർക്ക് കൊണ്ടുപോകാൻ പാകത്തിന് നമ്മളാക്കി കൊടുക്കണമല്ലോ. അതൊക്കെ നമ്മുടെ ഉത്തരവാദിത്വമാണല്ലോ, നമ്മുടെ ഒരു മര്യാദയാണ്. അപ്പോൾ അതിനുള്ള ജോലിയാണ് അവിടെ നടക്കുന്നത്. പിന്നെ ഉദ്ഘാടനമൊക്കെ എല്ലാം കഴിഞ്ഞല്ലോ. അത് കഴിഞ്ഞിട്ട് പിന്നെ ചായയും വടയും അത് പിന്നെ ലഡുവും ഫ്രൂട്ടി ഉണ്ടല്ലോ, ഫ്രൂട്ടി എല്ലാം മാസമായിരുന്നു വെച്ചിരുന്നത്. അപ്പോൾ ചായ വേണ്ടാത്തവർക്ക് അത് കുടിക്കാം. പിള്ളേരൊക്കെ വരുമ്പോൾ അവരൊന്നും ചായ കുടിക്കില്ലല്ലോ, അപ്പോൾ അവർക്കായിട്ട് നമ്മളിങ്ങനെ മാസയൊക്കെ കരുതി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ പറയുമ്പോൾ കേശുവിൻ്റെ ഫ്രണ്ട്സൊക്കെ എല്ലാവരും വന്നു കേട്ടോ. സ്കൂളിലെ ഫ്രണ്ട്സ് കേശു വിളിച്ചിരുന്നു, അവരെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. കേശു അവരെയാണ് നോക്കിയിരുന്നത്. അങ്ങനെ അവരൊക്കെ വന്നപ്പോൾ കേശു ഫുൾ ഹാപ്പി. അങ്ങനെ അവരുമായിട്ട് കളിയും. പിന്നെ കേശു ഫുള്ള് ചെണ്ടയാണ് നോക്കിക്കൊണ്ടിരുന്നത്. ചെണ്ടമേളം അവന് ഏറ്റവും ഇഷ്ടം അതാണല്ലോ. അപ്പോൾ പിന്നെ കുറച്ച് സമയം കേശുവിൻ്റെ ഫ്രണ്ട്സുമായിട്ടൊക്കെ കുറച്ച് നേരം ചെണ്ടയൊക്കെ കൊട്ടി അങ്ങനെ എല്ലാം നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയാണ്. പഠിപ്പിക്കാൻ അവനായിട്ട് ഇവിടെ ട്യൂഷൻ പഠിപ്പിക്കുന്നത്. ചേട്ടൻ പുറത്തു അപ്പോൾ അവനെ കൊണ്ട് തന്നെ തുടങ്ങിപ്പിക്കാമെന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു.
കേശുവിൻ്റെ ഫ്രണ്ട്സാണ്, സ്കൂളിലെ ഫ്രണ്ട്സ്. അപ്പോൾ അങ്ങനെ ആ ഫ്രണ്ട്സിനെ കണ്ടപ്പോൾ കേശുവിന് പിന്നെ ആരും വേണ്ട. അങ്ങനെ അവരെല്ലാവരും കൂടെ നിന്നുള്ള ചെണ്ടകൊട്ടലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ വന്നവരെല്ലാവരെയും വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. ആരെങ്കിലുമൊക്കെ വിട്ടുപോയിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല. അപ്പോൾ അതിനിടയിൽ തന്നെ അവിടെ ടെസ്റ്റിംഗ് ഒക്കെ നടക്കുകയായിരുന്നേ. പിന്നെ ഈ പറഞ്ഞതുപോലെ അവിടെ ടെസ്റ്റിംഗ് നടക്കുകയാണ്. അങ്ങനെ ഈ സമയത്ത് ചേട്ടനെ ടെസ്റ്റ് ചെയ്യാനോ അങ്ങോട്ടൊന്നും നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ ടെസ്റ്റ് ചെയ്യാനായിട്ട് ചേട്ടൻ്റെ ഫ്രണ്ട് തന്നെയാണ് സഞ്ജയ്. അവൻ ഒപ്റ്റോമെട്രിസ്റ്റാണ്. അപ്പോൾ അവനാണ് ഉച്ചവരെയും ടെസ്റ്റിങ്ങും കാര്യങ്ങളും എല്ലാം നോക്കിയത്. അപ്പോൾ ഒരു വശത്ത് അവിടെ ടെസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ക്ഷണിക്കപ്പെട്ട അതിഥികളെല്ലാവരും വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മളിങ്ങനെ നിറഞ്ഞ സന്തോഷത്തോടു കൂടെ ഒരു വിഘ്നങ്ങളും ഇല്ലാതെ കാര്യങ്ങൾ നടന്നല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ ഇരിക്കുകയാണ്. ദൈവത്തിന് നന്ദി പറയുകയാണ്. അപ്പോൾ ദിവ്യ ചേച്ചി വന്നപ്പോഴേക്ക് കേശുവിന് ഒരു ഡ്രസ്സ് എടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ കേശു കോട്ട് സൂട്ടും ഒക്കെ ഇട്ട് നിൽക്കുകയല്ലേ. അപ്പോൾ ആ ഡ്രസ്സ് അവിടെ വെച്ച് തന്നെ കൊടുത്ത്. അപ്പോൾ അത് മാറ്റണം. അപ്പോൾ ഇനി നിവേദ വന്നിട്ടേ മാറ്റുള്ളൂ എന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു കേശു. ഇതാണ് നിവേദക്കുട്ടി. അപ്പോൾ കേശുവിൻ്റെ ബാക്കി ഫ്രണ്ട്സ് എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പവിത്ര, പ്രാർത്ഥന, ആദീശ്വർ, അതുപോലെ തന്നെ ഋതുല്, ധ്യാന്. അപ്പോൾ അവരൊക്കെയാണ് നേരത്തെ വന്നത്. അപ്പോൾ അതിൽ നിവേദക്കുട്ടി ഇല്ലായിരുന്നു. അപ്പോൾ ഡ്രസ്സ് മാറ്റാൻ പറഞ്ഞപ്പോൾ ഇല്ല അമ്മ, ഞാൻ നിവേദയും കൂടെ വന്നിട്ടേ മാറ്റുള്ളൂ എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ നിവേദയും എത്തിയിട്ടുണ്ട്. അങ്ങനെ ഇവർ കുറച്ച് ലേറ്റായി പോയേട്ടാ. അവിടെ നേരത്തെ വരുമ്പോൾ ഭയങ്കര തിരക്കും കാര്യങ്ങളും അല്ലേ. അങ്ങനെ കുറച്ച് കഴിഞ്ഞ് വരാമെന്നും പറഞ്ഞ് വെയിറ്റ് ചെയ്യായിരുന്നു കേശു. അതുകൊണ്ട് നിവേദ വന്നില്ല എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് എൻ്റെ ഇങ്ങനെ ഉയരെടുക്കുമെന്ന് പറയുമല്ലോ. അതുപോലെ അമ്മ എന്ത് വരാത്തത് കാരണം ബാക്കി ഫ്രണ്ട്സ് എല്ലാം വന്നല്ലോ. അങ്ങനെ അപ്പോൾ ഇനി ഇതും കൂടെ കഴിഞ്ഞിട്ട് വേണം കേശുവിൻ്റെ ഈ കോട്ട് സൂട്ടൊക്കെ മാറാനായിട്ട്. അവന് വേറെ ആരെയല്ലല്ലോ, അവൻ്റെ ഫ്രണ്ട്സിനെ കാണിക്കണ്ടേ. അവരെല്ലാവരും കാണണമെന്നല്ലേ അവൻ്റെ ആഗ്രഹം. അങ്ങനെ അതുമൊക്കെ കഴിഞ്ഞ് പിന്നെ ഇനി അങ്ങോട്ട് കുറച്ച് തിരക്ക് കുറയുമല്ലോ. പക്ഷെ രാവിലെ നമ്മളും ആഗ്രഹിച്ചു കേട്ടോ, നമ്മൾ വിളിച്ചവരെല്ലാവരും ആ ഒരു മുഹൂർത്ത സമയത്ത് തന്നെ എത്തണമെന്ന്. പക്ഷെ അതുപോലെ തന്നെ ഒട്ടുമിക്ക എല്ലാവരും ആ സമയത്ത് തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അങ്ങ് മംഗളമായിട്ട് നടന്നു. അതുകൊണ്ട് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. എങ്ങനെയാണ് ആ സന്തോഷം പറഞ്ഞറിയിക്കണമെന്ന് നമുക്കറിയില്ല. അപ്പോൾ ആ രീതിയിൽ നമ്മൾ നിൽക്കുകയാണ്. അങ്ങനെ കേശുവിന് ഡ്രസ്സൊക്കെ മാറ്റിക്കുകയാണ്. സത്യം പറഞ്ഞാൽ മോനെ കാണുമ്പോൾ എനിക്ക് അതിന് ചൂടെടുക്കും പോലെയായിരുന്നു. ആ ഡ്രസ്സിൽ ഇങ്ങനെ കോട്ട് സൂട്ടിലൊക്കെ നിൽക്കുകയല്ലായിരുന്നു. അപ്പോൾ അവൻ്റെ ഫ്രണ്ട്സ് എല്ലാം വന്നിട്ട് പോയപ്പോഴേക്കും ആൾ ഡ്രസ്സ് മാറി. ഇതാണ് അവൻ്റെ കുഞ്ഞപ്പ വാങ്ങിക്കൊണ്ടുവന്ന ഡ്രസ്സ്. എനിക്ക് ഭയങ്കരമായിട്ട് അങ്ങ് ഇഷ്ടപ്പെട്ടു കേട്ടോ. എനിക്ക് ഇതുപോലുള്ള പാൻസ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ആ ഒരു ടീഷർട്ട് കൊള്ളൂലെന്നല്ല, ടീഷർട്ട് നല്ലത് തന്നെയാണ്. പക്ഷേ ആ പാൻറ്റ് കണ്ടപ്പോഴേക്കും എൻ്റെ കോൺസെൻട്രേഷൻ, എൻ്റെ ശ്രദ്ധ മുഴുവൻ ആ പാൻറ്റിലോട്ടായിരുന്നു. നല്ല ഭംഗിയായിരുന്നു. അങ്ങനെ അമ്മയ്ക്ക് കണ്ണാടി വേണമെന്ന് പറഞ്ഞിട്ട് അമ്മ അവിടെ കണ്ണാടി എടുക്കുകയാണ്. ഇത് നമ്മളെ കടയിലെ ചേച്ചിയുടെ മോനും സഹോദരനുമാണ്. അപ്പോൾ അവരൊക്കെ വന്നായിരുന്നു. സത്യം പറഞ്ഞ ചേച്ചിയും മുബിയും ഉള്ളതുകൊണ്ട് നമ്മൾ അന്നത്തെ ദിവസം നമ്മൾ ഫ്രീ ആയിരുന്നെന്ന് വേണമെങ്കിൽ പറയാം. നമുക്ക് വേറെ ഒരു കാര്യത്തിലും ടെൻഷൻ ഇല്ലായിരുന്നു. ചേച്ചി ഫുൾ കാര്യങ്ങൾ, ചായ കൊടുക്കുന്നതും കാര്യങ്ങളും എല്ലാം ചേച്ചി എല്ലാം കറക്റ്റായിട്ട് അത് നോക്കി. പിന്നെ അമ്മയും അച്ഛനും ഒക്കെ ഉണ്ടായിരുന്നു. എന്നാലും ആ ഒരു കാര്യം ഏറ്റെടുത്ത് നിന്ന് ചെയ്യണത് എല്ലാം ആ ചേച്ചിയെ നമ്മൾ പറഞ്ഞേൽപ്പിച്ചിരുന്നതിൽ ചേച്ചി എല്ലാം അതേപോലെ തന്നെ ചെയ്ത്. പിന്നെ ഇനി നമ്മൾ ബന്ധുക്കൾക്കുള്ള ടെസ്റ്റിംഗ് ഒക്കെയാണ്. ഇവിടുത്തെ അമ്മ ടെസ്റ്റ് ചെയ്ത് അമ്മയ്ക്ക് കണ്ണാടി, അമ്മ ഒരു ഫ്രെയിമൊക്കെ നോക്കി വെച്ച്. അപ്പോൾ കണ്ണനെ ടെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് അപ്പം ഇനി കണ്ണനെ ടെസ്റ്റ് ചെയ്യിക്കണം. പിന്നെ അങ്ങനെ ഇനി വരണവരൊക്കെ ടെസ്റ്റ് ചെയ്യാനായിട്ടൊക്കെ ഇരിക്കുമല്ലോ. അപ്പോൾ അതൊക്കെയായിരുന്നു പിന്നെയുള്ള കാര്യങ്ങൾ.
കടയിൽ തിരക്കൊന്ന് കുറഞ്ഞപ്പോഴാണ് അച്ഛനും അമ്മയൊക്കെ കടയ്ക്കകത്തോട്ട് കയറിയത് കേട്ടോ. അതുവരെ ആൾക്കാരിങ്ങനെ വന്നും പോയൊക്കെ നിൽക്കുകയില്ലായിരുന്നു. അപ്പം നമ്മൾ വേണ്ട ഒന്ന് ഒതുങ്ങി നിൽക്കാനായിട്ട് അങ്ങനെ കുറച്ചൊന്നും തിരക്കൊക്കെ മാറി. ഇനി ഉച്ചയായപ്പോഴേക്കും നല്ല വിശപ്പായില്ലേ, എല്ലാവരും വിശന്ന് നിൽക്കുകയല്ലേ. അങ്ങനെ പോയി ബിരിയാണിയാണേ വാങ്ങിക്കൊണ്ട് വന്നത്. അങ്ങനെ ചേട്ടനും പിന്നെ ഇതാ ഈ എന്താ പറയുക കുട്ടയണ്ണൻ്റെയും അതുപോലെ തന്നെ ഉണ്ണിയണ്ണനും ഒക്കെ എല്ലാ കാര്യത്തിനും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. അവരിപ്പോഴത്തെ ഉച്ചവരെയും അവരും എല്ലാത്തിനും ഉണ്ടായിരുന്നു നമ്മളെ ഒപ്പം. അപ്പോൾ അതിലൊക്കെ നമുക്ക് ഇങ്ങനെ നമ്മളെ കൂടെ നിൽക്കാനായിട്ട് ആൾക്കാരുള്ളത് നമുക്ക് ഒത്തിരി സന്തോഷമല്ലേ. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴേക്ക് വീണ്ടും ആൾക്കാർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് കടയിൽ. അപ്പോൾ കേശു ഓടി വന്ന് പറഞ്ഞ് അമ്മയുടെ സാറ് വന്നത് നമ്മൾ ഈ കോഴ്സ് പഠിപ്പിക്കുന്ന സാറാണ്. അവർക്ക് കടയുണ്ട്, ഒപ്റ്റിക്കൽ ഷോപ്പുണ്ട്, 2-3 സ്ഥലത്തുണ്ട് കേട്ടോ. എനിക്ക് വട്ടിയൂർക്കാവുണ്ട്, കുണ്ടമൺ കടവുണ്ട്. അപ്പോൾ പുള്ളിക്കാരൻ ഒരു വലിയൊരു ഗിഫ്റ്റും ഒക്കെ ആയിട്ടാണ് വന്നത്. അങ്ങനെ ഈ സമയത്ത് ഈ പറയും പോലെ നമുക്ക് ഇനോഗ്രേഷന് അങ്ങനെ ഗിഫ്റ്റ് തരുന്ന പരിപാടിയില്ല. പക്ഷേ പുള്ളിക്കാരൻ എന്തോ ആളുടെ ഒരു സന്തോഷം നമുക്കൊരു ഗിഫ്റ്റുമായിട്ടൊക്കെയാണ് വന്നത്. പിന്നെ എല്ലാവരെയും പേരെടുത്ത് പറയാൻ നിന്നാൽ ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ ഒരാളുടെ പേര് പറഞ്ഞിട്ട് ബാക്കിയുള്ളവരുടെ പേര് പറയാതിരുന്നാലേ അവർക്ക് വിഷമാവൂലേ. അതുകൊണ്ടാണ് അങ്ങനെ എല്ലാവരും പേരൊന്നും എടുത്ത് പറയാത്തത്. നമ്മൾ ക്ഷണിച്ചവരെല്ലാവരും എത്തിയതിൽ നമുക്ക് ഒത്തിരി സന്തോഷമുണ്ട്. പിന്നീടായപ്പോഴേക്ക് ഒരു വലിയ പണി കിട്ടി. എന്താണെന്ന് അറിയാമോ, ഉച്ചയായപ്പോഴേക്ക് കറണ്ട് പോയി. പിന്നെ ഒരു 2 മണിക്കൂർ കറണ്ട് ഇല്ലായിരുന്നു. ആ സമയത്ത് എൻ്റെ പൊന്നെ ഭയങ്കര ചൂടായിരുന്നു കേട്ടോ. അപ്പോൾ ഇലക്ട്രിസിറ്റിയിൽ വിളിക്കണ സമയത്ത് എന്തോ മെയിനിന് കംപ്ലൈൻ്റ് ആയിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് കറണ്ട് വരുള്ളൂ. ആദ്യം പറഞ്ഞ് 15 മിനിറ്റ് എന്ന്, പിന്നെ വിളിച്ചപ്പോൾ പറഞ്ഞ് അരമണിക്കൂർ. വന്നപ്പോഴേക്ക് ഏകദേശം 1.5 മണിക്കൂർ 2 മണിക്കൂർ അടുപ്പിച്ചായിട്ടാണ് കറണ്ട് വന്നത്. അത്രയും നേരം നമ്മൾ ശരിക്കും പാടുപെട്ട് കേട്ടോ. വരുമ്പോഴത്തേക്ക് ആൾക്കാർ വരണ സമയത്തായിരുന്നാലും ഭയങ്കര ചൂടും കാര്യങ്ങളും ഡോറും തുറന്നിട്ടിട്ട് ഒരു മേളമായിരുന്നു. പിന്നെ കറണ്ട് വന്നതിന് ശേഷമാണ് ഒത്തിരി സമാധാനമായത്. അപ്പോൾ അങ്ങനെ എല്ലാ തിരക്കും ബഹളമൊക്കെ വന്ന് ഒഴിഞ്ഞപ്പോഴേക്ക് അവർ രണ്ടാൾ അവരുടെ ഡ്യൂട്ടി തുടങ്ങി. കട ഫുള്ള് നീറ്റാക്കി എല്ലാം തൂത്ത് തുടച്ചിട്ടതിന് ശേഷമാണ് ചേച്ചിയും മുബിയും പോയത്. നമുക്ക് പിന്നെ ഇവിടെ നമുക്ക് ഓണർ സ്റ്റാഫ് എന്നൊന്നും ഇല്ല കേട്ടോ. നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് അങ്ങ് നിൽക്കുകയാണ്. അങ്ങനെ നിന്നാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ കഴിഞ്ഞ ഉടനെ പിന്നെ വേറൊരു കാര്യമുള്ളതേ, ചേച്ചിയുടെ അടുത്തായിരുന്നാലും മുബീയുടെ അടുത്തായാലും നമ്മളൊരു കാര്യം പറഞ്ഞ് ചെയ്യിക്കേണ്ട, അവരറിഞ്ഞ് ചെയ്തോളും. നമുക്ക് അങ്ങനെയുള്ള നമ്മൾ കൂടെ നിൽക്കാനായിട്ട് നമ്മളെ കാര്യങ്ങൾ അറിഞ്ഞ് ചെയ്യാനായിട്ടുള്ള ആൾക്കാരാണല്ലോ നമുക്ക് വേണ്ടത്. അപ്പോൾ അവർ രണ്ടാളും എല്ലാ കാര്യങ്ങളും അങ്ങ് അറിഞ്ഞ് ചെയ്യും. അപ്പോൾ അതായിരുന്നു നമുക്ക് ഏറ്റവും വലിയ സന്തോഷവും. അങ്ങനെ അത് കഴിഞ്ഞ ഉടനെ ഒരാൾ ഗ്ലാസ് തുടയ്ക്കുകയാണ്. ചേച്ചി ഫുള്ള് തൂത്ത് നീറ്റാക്കി ചെയ്തിട്ടുണ്ട്. ഞാനിങ്ങനെ കുറച്ച് സ്ഥലം തുടച്ചപ്പോൾ ഞാൻ തുടച്ചിടണം ചേട്ടന് ഇഷ്ടപ്പെടില്ല. കാരണം ചേച്ചി അത്രയും ഞാൻ എത്തൂല. ചേച്ചി അത്രയ്ക്ക് നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി ഇടും കേട്ടോ. കടയൊക്കെ നല്ല പളപള തിളങ്ങുമെന്ന് പറയുമല്ലോ, ആ രീതിയിൽ ചേച്ചി ക്ലീൻ ആക്കി ഇടും. അപ്പോൾ ആ രീതിയിൽ ബാക്കി കാര്യങ്ങളൊക്കെ എല്ലാം ചെയ്ത് നമ്മളിനി നാളെ തൊട്ട് എന്ന് പറയണ്ട പ്രവർത്തനം ആരംഭിക്കുകയല്ലേ. അപ്പോൾ അതിനു മുന്നേ എല്ലാം വൃത്തിയാക്കി ക്ലീൻ ആക്കി ഇടണമല്ലോ. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ആയിരുന്നു പിന്നെ നടന്നുകൊണ്ടിരുന്നത്. പിന്നെ നമ്മളെല്ലാവരും ഇപ്പോഴാണ് ഒന്ന് വിശ്രമിച്ചത്. പിന്നെ നമുക്ക് തമ്മിലൊരു ചർച്ചയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, നാളെ തൊട്ട് എങ്ങനെയായിരിക്കണം, ആരൊക്കെ എവിടെ ആയിരിക്കണം. നമ്മൾ ഈ കടകൾ തമ്മിൽ 2.5 കിലോമീറ്ററിൻ്റെ വ്യത്യാസമേ വരുള്ളൂ. അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഇനി അവർ രണ്ടാളും പോകാനായിട്ട് ഇറങ്ങിയാണ്. അപ്പോൾ ഒരു 5:30 മണിയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ അവരെടുത്ത് പൊയ്ക്കോളാൻ പറഞ്ഞ്. ചേച്ചിക്ക് ഇന്ന് ഞായറാഴ്ച ഡ്യൂട്ടി ഇല്ലാത്ത ദിവസമല്ലേ. അപ്പോൾ ചേച്ചി നമ്മളെ കട ഉദ്ഘാടനം ആയതുകൊണ്ടാണ് ചേച്ചി എത്തിയത്. പിന്നെ മുബിക്കായിരുന്നാലും അവന് നോമ്പാണ്. അപ്പോഴും കുറേ നമുക്ക് ഇപ്പം തന്നെ ഈ ചൂടത്തും കാര്യങ്ങളിലൊക്കെ അവർ ഇത്രയും നിൽക്കണില്ല. അത് തന്നെ വലിയ കാര്യമല്ലേ. എനിക്കൊന്ന് ചിന്തിക്കാം, നമുക്ക് കുറച്ച് സമയം തന്നെ ആ കറണ്ട് ഇല്ലായിരുന്ന സമയത്ത് ഭയങ്കര വെള്ളം ദാഹവും ഒക്കെ ആയിരുന്നു. അപ്പോൾ അവരതൊക്കെ ഇങ്ങനെ പിടിച്ച് നിൽക്കുകയില്ല, അതൊന്നും ചെയ്യാണ്ട്. അതിനൊക്കെ അവരെ സമ്മതിക്കണം. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് എന്താണ് ആ സാറ് കൊണ്ടുവന്ന ഗിഫ്റ്റ് എന്നൊന്ന് അറിഞ്ഞോളാൻ വയ്യാതിരിക്കരുന്ന് കേട്ടോ. അങ്ങനെ ഞങ്ങൾ അതിനെന്താണെന്ന് അറിയാൻ വേണ്ടി പൊളിച്ച് നോക്കിയതാണ്. കടയിൽ വെക്കാൻ പറ്റുന്ന ഗിഫ്റ്റ് ആണെങ്കിൽ കടയിൽ തന്നെ വെക്കാം, അല്ല വീട്ടിൽ കൊണ്ടുപോകാനുള്ളതാണെങ്കിൽ വീട്ടിൽ കൊണ്ടുപോകാനുള്ള രീതിയിൽ നമ്മളത് പൊളിച്ച് നോക്കിയപ്പോൾ നല്ല കിടിലൻ സംഭവമായിരുന്നു കേട്ടോ. നല്ല രസമായിരുന്നു. അപ്പോൾ എന്തായാലും വീട്ടിലോട്ടില്ല, കടയിൽ തന്നെ എവിടെയെങ്കിലും അതിനൊന്ന് സെറ്റ് ചെയ്യണം. അടിപൊളിയായിരുന്നു, സൂപ്പറായിരുന്നു കേട്ടോ സംഭവം. അപ്പോൾ ഇനി
ഇനി അത് നമ്മൾ എന്താ പറയട്ടെ ഡ്രില്ല് ചെയ്ത് വെക്കണം. അപ്പം നമ്മൾ അതിനൊരു സ്ഥാനം നമുക്ക് വരുമ്പോൾ കാണുകയും വേണമല്ലോ. ആ രീതിയിൽ ഒന്ന് നോക്കിയിട്ട് അതിനൊന്ന് സെറ്റ് ചെയ്ത് വെക്കാനായിട്ടൊക്കെ അവിടെ നോക്കിയാണ്. എന്തായാലും നല്ല രസമുണ്ട്, അടിപൊളിയായിരുന്നു. ഞാനും അവിടെ തന്നെ വിചാരിച്ചു അവിടെ പറ്റുള്ളൂ. ഞാൻ അവിടെ പറ്റിയ അങ്ങനെ നമ്മളെ കടയുടെ ഉദ്ഘാടനമൊക്കെ ദൈവം സഹായിച്ച് നല്ല രീതിയിൽ കഴിഞ്ഞ്. അപ്പൊ എല്ലാവരും ഒതുങ്ങിയിട്ട് എല്ലാവരും പോയി. ഞങ്ങൾ കട അടയ്ക്കാനായിട്ട് പോവുകയാണ്. ഇന്നിന്റെ ഇപ്പോഴായിരിക്കും ചേട്ടാ വീഴാൻ പോണത്. ഇതുവരെ ഇതിന്റെ ബാക്കിലുള്ള ഓട്ടോ ആയിരുന്നു. അങ്ങനെ ഓടി ഓടി എന്താ പറയണ്ടല്ലേ, ദൈവം സഹായിച്ച് നമ്മൾ വിചാരിച്ചതുപോലെ നമുക്ക് നല്ല കാര്യങ്ങളെല്ലാം നടന്ന്. പിന്നെ നമ്മള് ക്ഷണിച്ചവരും ക്ഷണിക്കാത്തവരുമായിട്ട് വന്നവർക്ക് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. നമ്മള് പ്രതീക്ഷിച്ചേക്കാളും ആൾക്കാരുണ്ടായിരുന്നു. കട ഉദ്ഘാടനം ചെയ്തു തന്ന നമ്മുടെ അസോസിയേഷന്റെ ജില്ലാ സെക്രട്ടറിയും സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയാലും അതിലുള്ള കമ്മിറ്റി അംഗങ്ങളായാലും നമ്മുടെ പഴയ കസ്റ്റമേഴ്സ് ആയാലും നാട്ടുകാരായാലും എല്ലാവരും നമ്മുടെ അടുത്ത് ഇത്രയും സ്നേഹം ഉണ്ടെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞ ഒരു മുഹൂർത്തം കൂടെ ആയിരുന്നു. കാര്യം ഒരു വാക്കുകൊണ്ടാണ് നമ്മൾ വിളിച്ചിട്ടേ ഉള്ളൂ. ഒരു വാട്സപ്പിൽ ഒരു മെസ്സേജ് ആയിട്ടും നേരിൽ എവിടെ നമ്മൾ വണ്ടിയിൽ പോകുമ്പോൾ ചിലപ്പോൾ എവിടെ വെച്ച് കാണുമ്പോഴായാലും വളരെ അപൂർവമായിട്ട് മാത്രമാണ് നമ്മളിങ്ങനെ വീട്ടിലൊക്കെ പോയി ക്ഷണിക്കുകയോ അല്ലെങ്കിൽ ഇൻവിറ്റേഷൻ കൊടുക്കുകയോ ചെയ്തിട്ടുള്ളത്. എന്തായാലും അങ്ങനെയൊക്കെ നമ്മൾ വിളിച്ച് എല്ലാവരും വന്ന് അത് നമുക്ക് ഒരുപാട് സന്തോഷം, ഒരുപാട് സന്തോഷം. നമ്മളെ സ്നേഹിക്കുന്ന ഒരുപാട് പേര് നമുക്ക് ചുറ്റും ഉണ്ടെന്ന് തിരിച്ചറിയാൻ പറ്റിയ ഒരു മുഹൂർത്തം കൂടെ ആയിരുന്നു. നമ്മള് മറ്റേ രണ്ട് കടയും നമ്മൾ ഇതുപോലെ ഗ്രാൻഡ് ആയിട്ടൊന്നും ചെയ്തിട്ടില്ല. ഇത് ചേട്ടന്റെ വലിയൊരു സ്വപ്നമായിരുന്നു കേട്ടോ, ഇതുപോലെ ഒന്ന് ഉദ്ഘാടനം, ഇതുപോലൊരു കടയും അതുപോലെ തന്നെ ഇതുപോലത്തെ ഒരു ഇനോഗ്രേഷനും. അത് ഈ പറഞ്ഞ വ്യക്തികൾ തന്നെ ചെയ്യണമെന്നുള്ളത് മുന്നേ പറയുന്ന കാര്യമായിരുന്നു. വരാൻ പറ്റാത്ത ഒരുപാട് പേര് ഫോണിലൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു. എത്താൻ പറ്റാത്തവർക്കും വന്നവർക്കും നമ്മൾ അനുഗ്രഹിച്ചവർക്കും നമുക്ക് വേണ്ടി സമയം ചെലവഴിച്ച് നമ്മുടെ ഇനാഗ്രേഷൻ വന്നവർക്ക് എല്ലാവർക്കും നന്ദി മാത്രമേ ഉള്ളൂ. അപ്പൊ ഇനി ഇത് മൺവിളയിലാണ്. നമ്മള് മെയിൻ കടയുള്ളത് നമ്മുടെ മൂലസ്ഥാനം എന്ന് പറയുന്നത് കൊളത്തൂരാണ്. ഇപ്പൊ അതിന്റെ തൊട്ട് ഇപ്പൊ 2 കിലോമീറ്ററല്ലേ ഉള്ളു അല്ലെ കൊളത്തൂർ മൺവിളയായിട്ട് ഏകദേശം. അപ്പൊ അതിന്റെ ബ്രാഞ്ച് നമുക്ക് മൺവിള കൂടെ തുടങ്ങാനായിട്ട് പറ്റി. അപ്പൊ കൊളത്തൂർ വരണവർക്ക് കൊളത്തൂർ വരാം, മൺവിള വരണവർക്ക് മൺവിള വരാം. അപ്പൊ കണ്ണാടിക്ക് എന്ത് ആവശ്യം ഉണ്ടെങ്കിലും ഈസ്റ്റ് ഒപ്റ്റിക്കൽസിന്റെ പേര് മനസ്സിൽ കുറിച്ചിട്ട എല്ലാവർക്കും നന്ദി. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. നമുക്കൊരു പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഇത്രയും നാൾ ഓട്ടോ ആയിരുന്നേ, വീഡിയോ പോലും എനിക്ക് കറക്റ്റ് ആയിട്ട് എടുക്കാനോ ഇടാനോ ഒന്നും പറ്റിയില്ല. ഇപ്പോഴാണ് ഒന്ന് ഒതുങ്ങിയത്. അപ്പൊ ഇനി ഇത്രയേ ഉള്ളൂ. ഒട്ടും വയ്യ, കാലൊന്നും അനക്കാൻ പോലും വയ്യ, ചെന്നൊന്ന് കിടക്കണം. അപ്പൊ ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.